ഈ ഭിന്നശേഷി കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു സ്വഭാവമാണ് അവരുടെ ഒക്കെ അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. ഇപ്പോൾ ഈ സ്കൂൾ അടച്ചിടുമെന്ന് ഇങ്ങനെ BRC കുട്ടികൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ ആകെ ആദ്യം പഴയ അവസ്ഥയിൽ എത്തിയിട്ടായിരുന്നത്. അതിന് മാനസികത്തിൻ്റെ ഗുളിക കൊടുക്കേണ്ട അവസ്ഥയിലായി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സ്കൂൾ BRC കുട്ടികൾ ഒഴിവാക്കാൻ പാടില്ല. അത് നിൽക്കാൻ പറ്റുന്നില്ല, മയത്ത് വലിയ മിന്നുണ്ട്, കാറ്റുണ്ട്, മഴ വെറും പേടിയാ, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നിൽക്കാൻ ഞാൻ സ്വന്തം പോകുന്ന ഇവൻ പറയുന്നത്. അത്രത്തോളം കുട്ടി ഭക്ഷണം കഴിക്കുന്നവരില്ല ഇപ്പം. അപ്പോൾ ഇവിടുന്ന് ഈ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഫിക്സ് പോലെ വന്നു, തല കറങ്ങി. പക്ഷേ ആ തല കറങ്ങിയപ്പം പോലും എന്താണെന്ന് പോലും അന്വേഷിക്കാണ്ട് ഈ കുട്ടീനെ ഹോസ്പിറ്റലാക്കാനോ ഒന്നും മെനക്കാണ്ട് ചോദിക്കാണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം തിരിച്ചുപോയി. സുഖമില്ലാത്ത കുട്ടിയാണ്, ഇരുത്തിയിട്ട് പോരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത്ര പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രസിഡന്റാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പയ്യാവൂര് പ്രസിഡന്റ്. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, തീരുമാനമാക്കാതെ കണ്ട് അവരിറങ്ങി സ്ഥലം വിടുകയാണ് ചെയ്തത്. ഒരമ്മ പറഞ്ഞത്, ജീവിതത്തിൽ ആദ്യമായി ഞാൻ മഴയ്ക്ക് മുന്നേ എൻ്റെ വീട്ടിൽ വിറക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒരമ്മ പറഞ്ഞത്, ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ടൂർ പോയപ്പോൾ 30 വയസ്സായ മോളുടെ അമ്മയാണ് പറഞ്ഞത്, ഈ മകളെയും കൂട്ടി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്നേ വരെ ടൂർ പോയിട്ടില്ല, ആദ്യമായി കടൽ കണ്ടു. പഞ്ചായത്ത് ഭരണസമിതിയെ ഞങ്ങളെല്ലാം കൂടെ വോട്ട് ചെയ്ത് അവരെ അവിടെ പ്രതീക്ഷിച്ചത് ഇതിൻ്റെ കാര്യം അന്വേഷിക്കാൻ. ഈ 5.5 മാസമായിട്ട് ഇവർ ഇവിടത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെ വൈകല്യമുള്ള ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത പ്രസിഡന്റ് ഭരണസമിതി എങ്ങനെ 5 വർഷക്കാലം ഈ നാടിനെ ഭരിക്കും? ഇറങ്ങി സ്ഥലം വിടുക ചെയ്തേ, സ്വന്തം കാര്യം നോക്കി. ഭരണസമിതിയും കൂട്ടി സ്ഥലം വിടുക ചെയ്തേ. ഈ ബഡ്സ് സ്കൂളിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടുത്തെ രക്ഷിതാക്കളാണ് നമ്മുടെ പുറകിൽ കാണുന്ന ഇവരൊക്കെ. ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് നടന്നിട്ടുള്ളത്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്, ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വിചാരിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള കുറേ ആൾക്കാരാണ് ഇവിടുന്ന് ഒരു തീരുമാനം ആക്കാതെ പോയിട്ടുള്ളത്. എന്താണ് ചേച്ചി, എന്താണ് അവർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് ആദ്യം പറയുന്നത്? അവരാണ് ഈ കാര്യങ്ങൾ നോക്കേണ്ടത്. അവരെന്താ പറയുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഈ ഇപ്പം പുതിയതായിട്ട് പണിത കെട്ടിടത്തിന് സൗകര്യമില്ല. പക്ഷേ എൻ്റെ 46 കുട്ടികളോളം ഇപ്പം ആദ്യം ഉണ്ടായിരുന്നിടത്ത് അവിടെ ഇതിൻ്റെ പകുതി സൗകര്യമില്ലായിരുന്നു. ഉളിക്കൽ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പകുതി സൗകര്യങ്ങളില്ല. ഞാൻ പോയി കണ്ടതാണ്. ഇപ്പം നമ്മളൊക്കെ ഈ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട പേരൻസിന് ഇന്ന് PTA വെച്ചു. നമ്മുടെ കുട്ടിയൊക്കെ 2.5 വർഷമായി ഇവിടെ പഠിക്കും. നമ്മളെല്ലാം ഒഴിവാക്കി. അത് എന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇപ്പോഴത്തെ ഭരണസമിതിക്കും പ്രസിഡന്റിനും താല്പര്യമില്ല. അവർക്ക് ഇവിടെ സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഭരണസമിതിയല്ല എൻ്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട് വരേണ്ടത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഈ വിഷയങ്ങൾ ഇപ്പം 2 ആഴ്ചയോളമായി ഇവർ ഫോണിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞു ചെറിയ കുട്ടികളെ ബഡ്സ് സ്കൂളിലെ കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ, പയ്യാവൂരിലുള്ള കുട്ടികളെ മാത്രം എന്ന് പറഞ്ഞു. അന്നേരത്തേനും ബാക്കിയുള്ള കുട്ടികളൊക്കെ മരുന്ന് കഴിച്ചും ഇപ്പം തന്നെ 2 കുട്ടികൾ വീണു. ഒരു കുട്ടിക്ക് ഈ പ്രയാസങ്ങളും ഒച്ചയും ബഹളം കേൾക്കുമ്പോഴത്തേനും ആ കുട്ടി ബോധരഹിതയായിട്ട് വീണു. ഇവർ ആ പ്രസിഡന്റും ഭരണസമിതി ഉണ്ടായിട്ട് ആ കുട്ടിയെ ഒന്നും വന്ന് കണ്ടില്ല. പ്രസിഡന്റ് ഇത്ര മാത്രം പറഞ്ഞു, കുട്ടിയെ വീട്ടിൽ ഇരുത്തിയിട്ട് പോന്നാൽ പോരായിരുന്നു എന്ന്. ആ കുട്ടിയുടെ അച്ഛനും മോളും മാത്രമാണ് താമസിക്കുന്നത്. കുട്ടിയെ ഒറ്റയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്, ഇരുത്തിയിട്ട് പോരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത്ര പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രസിഡന്റാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പയ്യാവൂര് പ്രസിഡന്റ്. പക്ഷേ കഴിഞ്ഞ ഭരണസമിതിയിൽ സാജി സേവ്യർ സാർ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങി കുന്നും മലകളിലും താണ്ടി വന്ന് ഈ കുട്ടികളെ എല്ലാം ചേർത്ത് പിടിച്ച് ഈ ഇത്രയും 2-2.5 വർഷക്കാലത്തോളം ഈ കുട്ടികളെ ചേർത്ത് പിടിച്ചിക്കൊണ്ട് BRC ആണോ ബഡ്സ് പ്രായം കുറഞ്ഞാണോ കൂടുതലാണോ എന്നൊന്നും അന്വേഷിക്കാതെ കണ്ട് എല്ലാവരെയും ഒറ്റ നെഞ്ചോട് ചേർത്ത് ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് സാറ് പ്രസിഡന്റും ബാക്കിയുള്ള ഭരണസമിതി നല്ല നിലയിൽ കൊണ്ടുപോയി. ഇപ്പോൾ 1-ാം തീയതി തൊട്ട് ഈ പയ്യാവൂർ പഞ്ചായത്തിലുള്ള അതിർത്തിയിൽപ്പെട്ട കുട്ടികൾ മാത്രമേ ഉള്ളൂ, വന്നാൽ മതി, അവർക്ക് പ്രവേശനോത്സവം വെക്കാം. നമ്മുടെയൊക്കെ കുട്ടി 2.5 വർഷത്തോളമായി ഇപ്പം മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞിട്ട് കുട്ടികൾ വീട്ടിൽ ഭക്ഷണവും ഇല്ല, ആകെ അവർക്കൊക്കെ ആകുലതയാണ്. നമ്മളോട് മിണ്ടാറില്ല, ഭക്ഷണം കഴിക്കാറില്ല, ഉറക്കമില്ല. ഇതിൻ്റെയൊക്കെ തീരുമാനം ആര് പ്രസിഡന്റ് ഭരണസമിതിയും പറയുമോ? ഞങ്ങളൊരു ചോദ്യചിഹ്നമാണ്. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല. 2.5 വർഷം ഞങ്ങളുടെ കുട്ടിയും ഇവിടെ പഠിച്ചാണ്. അങ്ങനെ കുറേ പേരൻസ് ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, തീരുമാനമാക്കാതെ കണ്ട് അവരിറങ്ങി സ്ഥലം വിടുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ഭരണസമിതി ഈ കുട്ടികളുടെ ഇത്ര സാധാ കുട്ടികളല്ല, ഇങ്ങനെ വൈകല്യമുള്ള ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത പ്രസിഡന്റ് ഭരണസമിതിയും എങ്ങനെ 5 വർഷക്കാലം ഈ നാടിനെ ഭരിക്കും എന്നാണ് ഞങ്ങളുടെ ചോദ്യത്തിന്. ഈ കുട്ടികളോട് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കും. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ബഹളം കേട്ടിട്ട് ആ കുട്ടി വീണ് പോയിട്ട് കുട്ടിയുടെ അടുത്തൊന്നും വരുമോ നോക്കുകയോ ചെയ്തിട്ടില്ല. ഇറങ്ങി സ്ഥലം വിടുക ചെയ്തേ, സ്വന്തം കാര്യം നോക്കി. ഭരണസമിതിയും കൂട്ടി സ്ഥലം വിടുക ചെയ്തേ. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ 5 വർഷം തയ്ക്കും? ഇങ്ങനത്തെ ഒരു ഭരണസമിതിയെ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ കുട്ടികളുടെ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം വേണം, അല്ലാതെ ഞങ്ങൾ പിന്മാറിയല്ല.
ശരിക്കുള്ളൊരു നിലവിലേക്ക് വന്നത്. അല്ലാണ്ട് കുട്ടി നാട് നീളം അങ്ങനെ എലിയെല്ലാം നടന്നും വയലിൽ കൂടെ വെള്ളം ഒലിച്ചിട്ടും അങ്ങനെ നടക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഈ സ്കൂൾ അടച്ചിടുമെന്ന് ഇങ്ങനെ VRC കുട്ടികൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ ആദ്യം പഴയ അവസ്ഥയിൽ എത്തിയിട്ടായുള്ളത്. അതിന് മാനസികത്തിൻ്റെ ഗുളിക കൊടുക്കേണ്ട അവസ്ഥയിലായി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സ്കൂൾ VRC കുട്ടികൾ ഒഴിവാക്കാൻ പാടില്ല. നമുക്ക് വേറെ രക്ഷയില്ല, കുട്ടിക്ക് അച്ഛനില്ല, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് വേണം, എനിക്ക് കുട്ടീനൊക്കെ വീട്ടിലിരിക്കാൻ പറ്റില്ല, ഇത്ര വലിയ മോനായില്ലേ. പിന്നീട് എന്നാണ് പറയുന്നത്, പക്ഷേ അത് പിന്നീട് ഉണ്ടാവില്ല സാറേ, അത് ഉണ്ടാവില്ല. അതിങ്ങനെ പറഞ്ഞു വെക്കുകയില്ല ഇവർ എപ്പാന്ന് ഇത് ചെയ്യുക എന്നുള്ളത് അവർ പറയുന്നില്ല. അതിന് സമയം എടുക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ സമയം എടുത്താൽ പോരാ, കൃത്യമായൊരു സമയം പറയണം, അല്ലാണ്ട് ഇത് ശരിയാവില്ല. VRC കുട്ടികളെ ഒഴിവാക്കാൻ പറ്റൂല. പഴയതുപോലെ നിന്ന് കൊണ്ടുപോകണം ഈ സ്കൂള്. ഇവൻ നാളെ തുറക്കും ഇന്ന് തുറക്കും എന്നിട്ടാണോ നിൽക്കുന്നത്. വീട്ടിൽ നിൽക്കാൻ വേണ്ടി ഞാൻ സ്വന്തം പോകുന്ന ഇവൻ പറയുന്നത്. അത്രത്തോളം ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നവരില്ല ഇപ്പൊ. ഇവിടെ തന്നെ പഠിക്കണല്ലേ? ഇടുവാണ് ഇതെന്തായാലും പഠിക്കാൻ വിടും. മയത്ത് അത് നിൽക്കാൻ പറ്റുന്നില്ല. വീട്ടിലേക്കാൻ പറ്റുന്നില്ല. മയത്ത് ഈ വലിയ മിന്നുണ്ട്, കാറ്റുണ്ട്. പിന്നെ മഴ പേടിയാ. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് സംസാരിക്കാം കേട്ടോ. ഞാനും മോളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതാണ്. അപ്പോൾ ഞാൻ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മോളെയും കൊണ്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഫിക്സ് പോലെ വന്നു, തല കറങ്ങി. പക്ഷേ ആ തല കറങ്ങിയപ്പം പോലും എന്താണെന്ന് പോലും അന്വേഷിക്കാണ്ട് ഈ കുട്ടീനെ ഹോസ്പിറ്റലാക്കാനോ ഒന്നും മെനക്കാണ്ട് ചോദിക്കാണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം തിരിച്ചുപോയി. ഇല്ല, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, ഇവിടെ വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാ ഈ കുട്ടികളെയും കൂടെ ഈ മീറ്റിംഗ് വിളിച്ചപ്പം കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവരോട് തിരിച്ചുപോയി. ഈ കുട്ടീനെ ഞാൻ എവിടെ ആക്കിയിട്ടാണ് വരിക? എനിക്ക് വീട്ടിലൊറ്റയ്ക്ക് ഈ കുട്ടീനെ ആക്കിയിട്ട് വരാൻ പറ്റുമോ? നിങ്ങൾ പറ. അതാണ് സാർ, അതാണ് ഞങ്ങൾക്ക്. അപ്പോൾ അവരെന്തായാലും അത് അന്വേഷിക്കേണ്ടതാണ്. പഞ്ചായത്ത് ഭരണസമിതിയെ ഞങ്ങളെല്ലാം കൂടെ വോട്ട് ചെയ്ത് അവരെ അവിടെ പ്രതീക്ഷിച്ചത് ഇതിൻ്റെ കാര്യം അന്വേഷിക്കാൻ. ഈ 5.5 മാസമായിട്ട് ഇവർ ഇവിടത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടണം, വെഡ് സ്കൂളിൽ പഠിപ്പിക്കണം. അത് ഗവൺമെൻറ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന സഹായത്തിൽ അന്ന് മുതൽ ചെയ്തതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ കുട്ടികൾ എന്നാണ് സ്കൂൾ തുറക്കുന്നത്, എപ്പോൾ തുറക്കും, എന്നാണ് പോകാൻ പറ്റുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു വിവരം നമ്മൾ അറിയുന്നത്. VRC കുട്ടികളെ ഇപ്പോൾ തൽക്കാലം പ്രവേശനം കൊടുക്കുന്നില്ല, അവരവിടെ നിൽക്കട്ടെ. അതിനുശേഷം അംഗീകാരമൊക്കെ കിട്ടിയതിന് ശേഷം അവർക്ക് പ്രവേശനം കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയം അവർ അനുമതി തരുന്നത് വരെ ഈ കുട്ടികളെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഈ ഭിന്നശേഷി കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു സ്വഭാവമാണ് അവരുടെ. അത് അറിയുന്നവർക്ക്, അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. മറ്റു കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന പോലെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അപ്പം രക്ഷിതാക്കളൊക്കെ പണിക്ക് പോകുന്നവരാണ്, എല്ലാവരും കൂലിപ്പണി എടുക്കുന്നവരൊക്കെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ട് ഇതിനകത്ത്. 10, 18, 20 വയസ്സൊക്കെ ആയ പെൺകുട്ടികളുണ്ട്. അവരെയൊക്കെ എവിടെ തനിയെ ആക്കിയിട്ട് വീട്ടിൽ തനിയെ ആക്കിയിട്ട് പോകാൻ ഇവർക്ക് രക്ഷിതാക്കൾക്ക് വളരെയധികം പ്രയാസമുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും പെർമിഷൻ കിട്ടുന്ന വരെ ഈ കുട്ടികളെയും കൂടി ഇവരുടെ കൂട്ടത്തിൽ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന സ്കൂളിൽ ഇതിൻ്റെ പകുതി സൗകര്യം ഉള്ളായിരുന്നു. ആ സൗകര്യത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു 3 വർഷത്തോളം ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ അതേപോലെ അതിൻ്റെ ഇരട്ടി സൗകര്യമുണ്ട് ഇവിടെ. അപ്പോൾ ആ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഈ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിത് നടത്താൻ വിടുകയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് സത്യാഗ്രഹം ഇരിക്കും. നമ്മൾ കുട്ടികളെയും കൂട്ടി 1-ാം തീയതി ഇവിടെ വരും. അപ്പം അവർ വന്ന് നമ്മളെ അല്ലെങ്കിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ അല്ലാതെ ഒരു വിഭാഗീയതയോ മറ്റു ചിന്തകളോ രാഷ്ട്രീയം ഒന്നും ഞങ്ങൾ ഇതിനകത്ത് നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം, അവരെ നല്ല നിലയിൽ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ പ്രധാനം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അപ്പം സഹകരിച്ച് പോവുകയാണെങ്കിൽ അതാണ് എല്ലാവർക്കും നല്ലത്. നമ്മുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഭരണാധികാരികൾക്ക് മനംമാറ്റമുണ്ടാകട്ടെ, അവർക്ക് പുനർചിന്തനത്തിന് ഉള്ള മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വെഡ് സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. 3 വർഷമായിട്ട് PTA പ്രസിഡൻ്റായിട്ടാണ് ഞാനാണ് ഉള്ളത്. എൻ്റെ പേര് KM കുട്ടീശനാണ്. ഇന്ന് ഈ സ്കൂൾ ഇവിടെ 1 മാസമായിട്ട് പ്രവർത്തനരഹിതമായിട്ടിരിക്കുമായിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഈ സ്കൂളിൽ തിരിഞ്ഞു നോക്കാനോ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവർ മെനക്കെട്ടിട്ടില്ല. ഇവിടെ 43 കുട്ടികളാണ് ആകെ ഉള്ളത്. ഈ 43 കുട്ടികളിലും VRC 18 വയസ്സിന് മുകളിലായ കുട്ടികൾ 3 വർഷമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ
ആ സ്കൂള് മാറി പുതിയ സ്കൂളിലേക്ക് വരുമ്പോൾ ഇവിടത്തേക്ക് അഡ്മിഷൻ വരാമെന്നും പറഞ്ഞാണ് എല്ലാ കുട്ടികളും കൊടയും ബാഗും എല്ലാം മേടിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ ഒന്നും ഇവർ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു മോളുമുണ്ട്. അപ്പം ഇപ്പോൾ ഇവർ പഞ്ചായത്ത് തീരുമാനം എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ തീരുമാനം എടുത്തത് പിന്നെ 18 വയസ്സിന് താഴെയുള്ള മാത്രം കുട്ടികളെ വെച്ചിട്ട് തിങ്കളാഴ്ച പ്രവേശനോത്സവം നടക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അത് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ 43 കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരെ അഡ്മിറ്റ് ചെയ്ത് കടക്കുന്ന കുട്ടികളും എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത കുട്ടികളും അവരുടെ അമ്മമാരുടെ കഷ്ടപ്പാടും വിഷമവും ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ കാണുന്നതാണ്. എൻ്റെ ഒരു കുട്ടിയുണ്ട്, 15 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. അവളെയുണ്ട്. അവൾ ഇപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് പെട്ടെന്ന് പിന്നെ ഫിക്സ് വന്ന് ബോധം കിട്ടു. പക്ഷേ എന്നിട്ടൊന്ന് അവർ തിരിഞ്ഞു നോക്കാണ്ട് പിന്നെ വണ്ടിയെടുത്ത് പിന്നെ പ്രസിഡന്റും എല്ലാവരും കൂടെ ഭരണസമിതികളെല്ലാവരും മടങ്ങിപ്പോയി. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോടും എല്ലാവരോടും. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ ഇതിന് ലൈസൻസ് ഇല്ല, ലൈസൻസ് ഇല്ലാണ്ട് അല്ലീഗലായിട്ടാണ് ഇതുവരെ തുടങ്ങിയത്. അതുകൊണ്ട് ഇത് ലൈസൻസ് എടുക്കാണ്ട് നിങ്ങൾ ഈ കുട്ടികളെ പെടുത്തി ഇവിടെ സ്കൂൾ കൊണ്ടുപോകാൻ പറ്റില്ല, അവർ തുടങ്ങി വെച്ചത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം ഒന്നും ഇതിനകത്ത് കാണാതെ ഞങ്ങളെ കൈപിടിച്ച് എല്ലാവരും കൂടി കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യം. അതാണ് എല്ലാ അമ്മമാരുടെയും ആവശ്യം. ഈ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെല്ലാവരുടെയും ബുദ്ധിമുട്ടും വിഷമവും ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾക്കത് പിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല. എൻ്റെ മോൾക്ക് ഇപ്പം 10-30 വയസ്സുണ്ട്. പക്ഷേ അവൾ 4-5 വർഷം ഈ ശ്രീകണ്ഠാപുരം സാൻ ജോർജിയയിലായിരുന്നു. ഇവിടെ അഡ്മിഷൻ എടുത്ത് TC വാങ്ങി ഇവിടെ കൊണ്ട് ചേർത്ത കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ആ കുട്ടിയെ TC കൊടുത്ത് ഇവിടുന്ന് എവിടെ പറഞ്ഞു വിടും? ആ കുട്ടി എന്ത് ചെയ്യും? 18 വയസ്സായ ആ കുട്ടിക്ക് എവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാവരുടെ ഭാഗത്തുനിന്നും സുമനസ്സുകളായ എല്ലാവരും ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ പരിചരണവും ഇതും കിട്ടുന്ന ഒരു സ്കൂളായിരുന്നു പയ്യാവൂർ പഞ്ചായത്ത് ബെഡ് സ്കൂൾ. ആ ബെഡ് സ്കൂൾ ഇതേ രീതിയിലേക്ക് തകർക്കാൻ വേണ്ടി ഇവർ കൂട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെ ശ്രദ്ധയിലേക്കും ഇത് വരണമെന്നുള്ള വളരെ താഴ്മയായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന തീരുമാനം ഇത് തെറ്റാണെന്നുള്ള ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 23 മെയ് മാസത്തിലാണ് നമ്മൾ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതിനു മുന്നോടിയായി ബഡ്സ് ഡേയുടെ ഭാഗമായിട്ട് BRC സ്കൂളിലെ അധ്യാപിക ഭിന്നശേഷി കുട്ടികളെ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി കുറേ കുട്ടികളുടെ അടുത്ത് പോവുകയും അവരുടെ വലിയ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബഡ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ബഡ്സിനെ ഒരു ആലോചന നടന്ന സമയത്താണ് നമ്മളുടെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് എന്തെങ്കിലും ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിന് ഫണ്ട് തരാമെന്ന രീതിയിൽ സംസാരിക്കുകയും അങ്ങനെയാണെങ്കിൽ ബഡ്സ് സ്കൂളിന് വേണ്ടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം 35 ലക്ഷം MP ഫണ്ടിൽ നിന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിന് ബഡ്സ് സ്കൂളിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിയുന്ന ആ ഒരു സമയത്തേക്ക് നമ്മൾ താൽക്കാലിക ബിൽഡിംഗ് SNDPൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് കോയിപ്ര, അവിടെ താൽക്കാലികമായി കുട്ടികളെ ഇരുത്തുകയും 40 കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 18 വയസ്സിന് മുകളിലുള്ള 30 കുട്ടികളും 18 വയസ്സിന് താഴെയുള്ള 12 കുട്ടികളും ഒക്കെയായി 42ഓളം കുട്ടികൾ ഇന്ന് ഈ ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രയാസങ്ങളെ എങ്ങനെ, അമ്മമാരുടെ പ്രയാസങ്ങളെ എങ്ങനെയാണ് ലഘൂകരിക്കുക എന്നത് മനസ്സിലാക്കിയാണ് നമ്മളിത് തുടങ്ങാൻ വേണ്ടി കാരണം. അപ്പോൾ നമുക്കുണ്ടായ അനുഭവം ഈ 3 വർഷക്കാലം കൊണ്ട് അമ്മമാരുടെ ഭാഗത്ത് നിന്നുണ്ടായ തേജോവികാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ വാക്കിലൊന്നും ഒതുങ്ങാത്തതാണ്. കാരണം ഒരമ്മ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മഴയ്ക്ക് മുന്നേ എൻ്റെ വീട്ടിൽ വിറക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒരമ്മ പറഞ്ഞത് ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ടൂർ പോയപ്പോൾ 30 വയസ്സായ മോളുടെ അമ്മയാണ് പറഞ്ഞത്, ഈ മകളെയും കൂട്ടി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്നേ വരെ ടൂർ പോയിട്ടില്ല, ആദ്യമായി കടൽ കണ്ടു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥയെ അവരുടെ എങ്ങനെയാണ് അവരുടെ മാനസികപരമായി അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ള ഒരു പ്രയാസവുമില്ലാതെ നിരവധിയായ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ സ്പോൺസർഷിപ്പ് അങ്ങനെയൊക്കെ നടത്തിയിട്ടാണെങ്കിൽ പോലും എല്ലാ പ്രവർത്തനങ്ങളും ഇന്നും ഒരു തട്ടും കൂടാതെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് ജൂൺ 1-ാം തീയതി മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ മാറുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇവർ പറയുന്നത്, നിലവിലുള്ള ഭരണസമിതി പറയുന്നത് ജൂൺ 1-ന് പ്രവേശനോത്സവം നടത്തുമ്പോൾ അവിടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ മാത്രം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ മാത്രം വന്നാൽ മതി. BRCയിലെ കുട്ടികൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ അറിയിപ്പ് എപ്പോൾ ഉണ്ടാവും? 1 വർഷം കഴിഞ്ഞാണോ, 2 വർഷം കഴിഞ്ഞാണോ? അവർ കുറേ നിയമപ്രശ്നങ്ങളൊക്കെ പറയണം. ആ നിയമപ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കാൻ പറ്റുന്ന നിയമപ്രശ്നങ്ങൾ മാത്രമാണ് പുതിയ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ബഡ്സ് സ്കൂൾ BRC കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു സമയക്ലിപ്തതയൊന്നും അവർ പറയുന്നില്ല. ഇത് ഇല്ലാണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമാണോ, അല്ലെങ്കിൽ BRC തൽക്കാലം നിർത്തി ബഡ്സ് സ്കൂളിലെ കുട്ടികളെ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകാനാണോ ഇവരുടെ ഉദ്ദേശം എന്നറിയില്ല. അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവർ സന്നദ്ധരല്ല. അപ്പം നിലവിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തും ഏരുവേശി ഗ്രാമപഞ്ചായത്തും ഉളിക്കലിലെ കുട്ടികളുണ്ട്. ഉളിക്കൽ ഓൾറെഡി ബഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏരുവേശി, പയ്യാവൂർ,
ഗ്രാമപഞ്ചായത്തിൽ അവർ ഇതിന് വേണ്ട ഫണ്ട് അലോക്കേറ്റ് ചെയ്യാം, നമ്മുടെ റിവിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയാണോ ആവശ്യം ആ ഫണ്ട് വെക്കാമെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഇത് ഉപേക്ഷിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. ആ മീറ്റിങ്ങിലേക്ക് എല്ലാ രക്ഷിതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ളൊരു യോഗമാണ് നടന്നിരുന്നത്. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ടപാട് തന്നെ ഒരു കുട്ടി ബോധമില്ലാതെ കൊണ്ട് അവിടെ വീണു. ആ കുട്ടിയെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ച് നേരെ വേറെ ഏതോ വന്ന വണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന വണ്ടി പഞ്ചായത്തിൻ്റെ വണ്ടിയായിരുന്നു. ആ വണ്ടി വരെ കയറാതെ വേറെ ഏതോ വണ്ടിയിൽ ഇവിടുന്ന് ചാടിപ്പോകാനുണ്ടായത്. അതേപോലെ തന്നെ ആ ഭരണസമിതി അംഗങ്ങൾ തെച്ച് എല്ലാവരും പിറകോട്ടി പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇവിടെ വന്ന എല്ലാ രക്ഷിതാക്കളും ഒറ്റ സ്വരത്തിൽ പറയുന്നു, ഈ ബസ് 1-ാം തീയതി തുടങ്ങുന്നുണ്ടെങ്കിൽ അന്ന് BRCയിലെ കുട്ടികൾ ഇവിടെ പങ്കെടുപ്പിക്കണം, അവരെ ഇവിടെ ഈ ക്ലാസ്സിലിരുത്തണം, തുടർന്ന് അങ്ങോട്ട് എല്ലാവരും സാന്നിധ്യം ഉണ്ടാവണം. അല്ലാതെ കൊണ്ട് ഒരു തരത്തിലും നമ്മൾ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകില്ല. ബസ്സിലെ കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടില്ല പരിപാടിയാണ് നമ്മളിവിടെ വന്ന് ഇവിടെ ധർണിയിരിക്കും, അവരെ കയറ്റാൻ വേണ്ടി വിടൂല. അത്തരത്തിലൊരു മനോഭാവം കാട്ടുന്ന ഈ ഭരണസമിതി തീരുമാനത്തെ അതിശക്തമായി അപലപിക്കുന്നു. അതിനെതിരെ മേൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിൽ വരെ പോകാനും നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഇത് കണ്ടുകൊണ്ട് ഇതിന് വേണ്ടുന്ന നിയമ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഡ്സ് സ്കൂൾ കൊണ്ടുവന്നത് ഭരണസമിതി LDFൻ്റെ ഭരണസമിതി ഉള്ളപ്പോഴാണ്. ഈ സെൻറ്റർ കൊണ്ടുവന്നത് ഭരണസമിതി LDFൻ്റെ ഉണ്ടായപ്പോൾ ഈ ഇൻ്റർലോക്ക്, ഈ മേൽക്കൂര, അതേപോലെ ഈ ചപ്പാത്തി മേക്കർ, ഇതെല്ലാം കൊണ്ടുവന്നത്, ഇതേപോലെ റോഡ്, കിണർ, ഈ ലൈറ്റിൻ്റെ ഈ നമ്മളെ കറണ്ട് ഇവിടെ എത്തിച്ചത് എല്ലാം കഴിഞ്ഞ ഭരണസമിതി ഇല്ല സമയത്ത് പാസ്സാക്കിയതും കൊണ്ടുവന്നതുമാണ്. ഇപ്പോൾ വന്ന ഭരണസമിതി ഇന്നേ വരെ ഈ സ്കൂളിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തില്ല. അവർ പറയുന്നത് ഇവിടെ എന്ത് സൗകര്യം ഉണ്ടാകുന്നത്, അവിടെ 2 പില്ലറാക്കിനി, നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറ്റേ ആരോപണങ്ങൾ അല്ലാതെ കണ്ട് ഒരു തരത്തിലുള്ള ഒരു നീക്കുപോക്കിനും, ഒരു നല്ല തരത്തിലുള്ള ഒരു നീക്കുപോക്കിനും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിനും അവർ തീരുമാനം ആർന്നെടുക്കും. ഞാൻ പലവട്ടം അവരെയും കൂട്ടിയിട വന്നിന് അവിടെ ടാപ്പില്ല, ഇന്നപോലെ ആ വെള്ളം ഇങ്ങോട്ടേക്ക് വീഴുന്നുണ്ട്, അവിടെ ഉള്ളിൽ കൈയെഴുകേണ്ട സംഭവം വേണമെന്നെല്ലാം പറഞ്ഞു. എല്ലാവരും ആയിക്കോട്ടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്തിരി 6 മാസമാവാനായി എന്നിട്ട് ചെയ്യാത്തവരാണോ ഇനിയിപ്പോൾ 1 മാസത്തിനുള്ളിൽ BRCയിലെ കുട്ടികൾ എടുക്കേണ്ട സംവിധാനം നമുക്ക് ഇവിടെ ആക്കിയിട്ട് അവരെയും കൂടി കൂട്ടിവയ്പ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് അത് വളരെ തെറ്റായൊരു തീരുമാനമാണ്. അതിലെന്തോ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമുണ്ട്, അവരുടെ ഉള്ളിൽ വേറെന്തോ ഒരു ലക്ഷ്യം കൂടിയുണ്ട് എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിലവിൽ BRC കുട്ടികളും ബഡ്സ് സ്കൂളിലെ കുട്ടികളും 2 തരത്തിലാണ് കുട്ടികളുള്ളത്. ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ മാത്രം ഇവിടെ പഠിച്ചാൽ മതി. ഇവിടുത്തെ രക്ഷിതാക്കളൊക്കെ ഒരു വികാരപരമായിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ കുട്ടികളെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല, അവരുടെ കൂടെ ഒരാളെങ്കിലും വേണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഇന്നായിരുന്നു മീറ്റിംഗ് നടന്നത്. ആ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ടിട്ട് ആ മീറ്റിങ്ങിൽ കൊണ്ടുവന്നത് ആ ഒരു ബഹളവും ഇതൊക്കെ കേട്ടിട്ട് ഒരു കുട്ടി തലകറങ്ങി വീഴുകയാണ്. ഇവിടുത്തെ അമ്മമാരും മാതാപിതാക്കളൊക്കെ പറയുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും, അതിൽ ഒരു മാറ്റവുമില്ല. ഞങ്ങളുടെ കുട്ടികൾ സേഫായിരിക്കണം. കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് പേടിയാണ്, ഇവിടെ ഈ സ്കൂളിൽ വന്നിരിക്കുമ്പോൾ കുട്ടികൾ സേഫാണ്. ആ രീതി പോലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതികൾ മനസ്സിലാക്കാതെയാണ് ഒരു തീരുമാനവും എടുക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.